അങ്കണവാടി ടീച്ചർമാർ, അതായത് വർക്കർമാർ, ഹെൽപ്പർമാർ എന്നിവരുടെ പ്രശ്നങ്ങൾ, പെൻഷൻകാരുടെ പ്രശ്നങ്ങളെല്ലാം, അവരുടെ മെനു അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. എന്നാൽ ഒരു വളരെ സന്തോഷകരമായ കാര്യം വാർത്ത അറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് കൃത്യമായൊരു ഫോളോ അപ്പ് കൂടി സുഭാഷിതം ചാനൽ നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ്. പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പെൻഷൻകാരുടെ ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ ശ്രീമതി പ്രസന്നകുമാരിയുമായി ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അവർ 4-ാം തീയതി വരെ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. ഗുജറാത്തിലേക്ക് പോയിരിക്കുകയാണ്. അഹമ്മദാബാദാണെന്ന് തോന്നുന്നു. അവർ അത് കഴിഞ്ഞ് വന്നാൽ, 4-ാം തീയതി കഴിഞ്ഞ് വന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. കൂടുതൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള, ക്ഷേമനിധി ബോർഡിൻ്റെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങളും അവരുടെ കാര്യങ്ങളുമൊക്കെ അവർ ഷെയർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ CEO ഡോക്ടർ സുനീഷിനെ ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹവുമായി മുഹമ്മദ് സുനീഷ് എന്ന പേരെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ക്ഷേമനിധി ബോർഡിൻ്റെ. അദ്ദേഹവും ഇതിനകത്ത് വളരെ സീരിയസ് ആയി ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് തലത്തിലേക്ക് പോകും. 6 മാസക്കാലത്തെ ലീവ് എടുത്തതുമായി ബന്ധപ്പെട്ട്, 6 മാസം 9 മാസക്കാലത്തെ ലീവ് എടുത്തതുമായി ബന്ധപ്പെട്ട് 300ഓളം പേരുടെ ജീവനക്കാരുടെ, അതായത് അംഗനവാടി ജീവനക്കാരുടെ ഫയൽ പെൻഡിംഗ് ആണ്. അത് 2016 ഒരു ആക്റ്റിൽ വന്നുപോയ ഒരു ക്ലോസ് ആണ് ഇതിന് പ്രശ്നം. ഈ ക്ലോസ് മാറ്റി തരുന്നതിന് വേണ്ടി 300ഓളം പേർക്കുള്ള പ്രശ്നം പരിഹരിച്ച് അവർക്ക് ക്ഷേമനിധി ബോർഡിൽ പണമടച്ച് അവർക്ക് പെൻഷൻ വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഫയൽ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിലാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അത് പോസിറ്റീവായി വരാൻ വേണ്ടി ക്ഷേമനിധി ബോർഡുകാർ പരിശ്രമിക്കുന്നു എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന വാർത്ത. ഇനി അതിനേക്കാളൊക്കെ വളരെ രസകരവും കൗതുകകരമായ വാർത്ത, CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ ദീർഘനേരം ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സ്വാഭാവികമായി ഇതിനകത്ത് ശമ്പളം കൂട്ടേണ്ട കാര്യത്തിൻ്റെ ആവശ്യകത, പെൻഷൻകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അംഗനവാടികൾക്ക് കെട്ടിടമില്ലാത്ത സാഹചര്യം, മെനു കൊടുക്കുന്ന സാഹചര്യം, ഇതെല്ലാം ഞാൻ CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഈ ഭരണത്തിൽ സ്വാധീനമുള്ള ആളാണ്. സ്വാഭാവികമായും അദ്ദേഹം ഇത് ഗവൺമെൻറ്റിൻ്റെയും മന്ത്രിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ CITU സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾക്കോ, ക്ഷേമനിധി ചെയർപേഴ്സണോ CEOയ്ക്കോ ആർക്കെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗം പറയാനുള്ള, അതിനും സുഭാഷിതം ചാനൽ അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പ്രസന്നകുമാരി എന്ന് പറയുന്ന അവർ KN ഗോപിനാഥുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും തീർച്ചയായും ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിന് കൃത്യമായി ഫോളോ അപ്പ് ഉണ്ടാകുന്നു. ഭരണവ്യവസ്ഥയിലുള്ളവർ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആളുകൾ കണ്ടു, അവർ ലൈക്ക് അടിച്ചു, കമൻ്റ് അടിച്ചു, അവരുടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു പോയി. അതിനപ്പുറം ഭരണവ്യവസ്ഥയിലിരിക്കുന്നവർ അവർ ഇത് തിരിച്ചറിയുന്നു, അവർ പ്രതികരിക്കുന്നു. ഭരണാനുകൂല സംഘടനകൾ, CITU പോലുള്ള സംഘടനകൾ ഇത് കാണുന്നു, പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഇതങ്ങനെ പരിഹാരമുണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുക, ആ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുകയും ആ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പരിഹാരം കൂടി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ തെറ്റ് ചെയ്യാത്ത സർക്കാരുകളെ കുറ്റം പറയുകയോ ആ കുത്തിത്തിരിപ്പുണ്ടാക്കുകയോ എന്ന് പറയുന്നത് നമ്മുടെ ജോലിയല്ല. അത് നമ്മുടെ ആ പണിക്ക് ഞങ്ങളില്ല. പക്ഷേ ഈ രാജ്യത്തെ അശരണരായ, നിങ്ങൾ നോക്കൂ, ആശാ വർക്കേഴ്സ് വലിയ തോതിലാണ് സമരം ചെയ്യുന്നത്. അതും അവർ സമരം ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു ഹൈപ്പ് കിട്ടി മീഡിയകളിൽ. അതേസമയം തൊഴിലുറപ്പുകാർ വളരെ ദയനീയമായ സ്ഥിതിയിൽ നിന്നപ്പോഴാണ് നമ്മളൊരു 10-12 വീഡിയോ ചെയ്തത്. അതിൻ്റേതായ പരിഹാരം ഉണ്ടായിക്കൊണ്ട് വരുന്നു. അടുത്തതാണ് നമ്മൾ ശ്രദ്ധിച്ചത്, അങ്കണവാടിക്കാർ ഇതുപോലെ കുറേ അധികം ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. അതിപ്പോൾ ഫോളോ അപ്പിലേക്ക് നീങ്ങുന്നു. അതുപോലെ തന്നെയാണ് പാചകത്തൊഴിലാളികൾ, അതുപോലെ തന്നെ ബാലവാടിക്കാർ, പിന്നെ ഇങ്ങനെ പ്രൈമറി ടീച്ചർമാർ, ഇങ്ങനെ കുറേ വിഭാഗം ആളുകൾ, സ്ത്രീകൾ, 10-20 ലക്ഷത്തോളം സ്ത്രീകൾ അടിമകളെപ്പോലെ ജോലി ചെയ്യുന്നുണ്ട്. അതിന് സർക്കാരിന് പണത്തിൻ്റെ പരിമിതി കാണും, സർക്കാരിൻ്റെതായ പ്രശ്നങ്ങൾ കാണും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടി ചേർന്ന് ഇവരുടെ ശമ്പളം പരിഷ്കരിക്കണം, ഇവർക്ക് ആനുവൽ ഇൻക്രിമെൻറ്റ് കൊടുക്കണം. 1 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി എന്നൊരു വിധി ഇവർ സമ്പാദിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നതിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ല. അത് ആരുടെയും കൈവശമുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണം. അങ്ങനെ 1 ലക്ഷം രൂപ കിട്ടാനുണ്ടെങ്കിൽ അതും നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങണം. നിങ്ങളുടെ മറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സർവീസ് ആനുകളെല്ലാം നിങ്ങൾ വാങ്ങണം. മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമാണെന്ന് നിങ്ങളാദ്യം തിരിച്ചറിയുക.
3 പ്രാവശ്യമായിട്ടാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് അല്ലെങ്കിൽ അലവൻസ് കിട്ടുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അലവൻസ്, സംസ്ഥാന ഗവൺമെൻറ് അലവൻസ്, പഞ്ചായത്തിൻ്റെ അലവൻസ്. ഇത് ഒരു പ്രാവശ്യമായി തരുവാനുള്ളൊരു സംവിധാനം എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്ന് ഗവൺമെൻറ്റുകൾ ചിന്തിക്കണം. ഒരു നിശ്ചിത അളവ് സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഫണ്ട് പഞ്ചായത്ത് ഫണ്ടുമായി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിച്ച് പണം തരുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ഓരോ വിഷയങ്ങളും പരിഹരിക്കപ്പെടണം. ഞാൻ പറയട്ടെ, ധാരാളം ഡിജിറ്റൽ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇത് വളരെ സീരിയസ് ആയി റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ച് ഒരു വീഡിയോ ചെയ്തതല്ല. വളരെ ഗൗരവതരമായ ഒരു സാമൂഹ്യ വിഷയത്തിൽ ഇടപെട്ടു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടു. അതിന് കൃത്യമായ പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പരിഹാരമുണ്ടായാൽ അത് അഭിനന്ദിക്കുവാനും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലതായി പറയുകയും മോശം കാര്യങ്ങളെ നല്ല ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യും. അതൊരു ഞങ്ങളുടെ നയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വിഷയം ഞങ്ങൾ 6, 7, 8 വീഡിയോ ആയി ചെയ്തപ്പോൾ ഇപ്പോഴിതാ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. ആ നടപടികൾ ഉണ്ടാകുമെന്നുള്ള വാക്കുറപ്പ് കിട്ടുന്നു. ഇനി ആ നടപടികൾ ഉണ്ടാവുകയാണ് വേണ്ടത്. ഗൗരവമായ ചർച്ച നടക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ തലത്തിൽ ഈ വീഡിയോകളെല്ലാം അയക്കേണ്ടവർക്ക് അയക്കുക, കാണേണ്ടവർ കാണട്ടെ, കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, വായുള്ളവർ സംസാരിക്കട്ടെ. ഇത് കൃത്യമായ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. 66,000-ഓളം അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും കൂടി കേരളത്തിലുണ്ട്. നിങ്ങൾ 66,000 പേരും ഇത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും ഞങ്ങൾ ഈ 2 പേർ നിങ്ങളുടെ 3 പേരോട് സംസാരിച്ചു. 3 പേരിൽ 2 പേരെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. CI2ൻ്റെ സെക്രട്ടറി KN ഗോപിനാഥ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. എൻ്റെ നമ്പർ എടുത്ത് വിളിച്ച് വിശദമായി ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്തായാലും ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ട്. നല്ല നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും കൂടുതൽ സമാശ്വാസകരമായ വാർത്തകൾ വരുമെന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം. കൂട്ടായി പ്രവർത്തിക്കാം.